ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് ആദ്യം തന്നെ കുറച്ച് ചോദ്യങ്ങളാണ്, പ്രത്യേകിച്ചും ഫുഡ് മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ക്വിസ്. ആദ്യം തന്നെ നിങ്ങൾ ഈ ചിത്രം ഒന്ന് പരിശോധിക്കും. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കുറച്ച് സ്ത്രീകളെ കാണാം. ഈ സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സും നിങ്ങൾക്ക് കാണാം. ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്. യൂറോപ്പിലെ ഒരു പ്രത്യേക രാജ്യത്തിലെ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ആളുകളുടെ ട്രഡീഷണൽ ഡ്രസ്സ്. ഈ ഭാഗത്ത് നിന്ന് ഇവോൾവ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന ചില ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ സാധനത്തിന്, മിക്കവാറും ബേക്കറികളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഈ സാധനത്തിന് ഈ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ആ സാധനം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ ഡ്രസ്സ് പോലെ ഇരിക്കുകയും ചെയ്യും. എന്താണ് ഈ ഫുഡ് ഐറ്റം എന്നുള്ളതാണ് ഗസ് ചെയ്യേണ്ടത്. ഗസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതാ കണ്ടോളൂ, ഇതാണ് ആ ഫുഡ് ഐറ്റം. അതെ, അത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയയിലുള്ള സ്ത്രീകൾ ധരിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണിത്. ഇതിൽ നിന്നാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് രൂപം കൊണ്ടത് എന്നാണ് ഒരു കഥ പറയുന്നത്. പലതരത്തിലുള്ള കഥകൾ നിലവിലുണ്ട്. എങ്കിൽ പോലും ഇത് വളരെ സത്യമാണെന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. കണ്ടാൽ ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ തന്നെ ഇരിക്കുന്ന തരത്തിലുള്ള രൂപമാണ് ഇവരുടെ ഡ്രസ്സിനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഈ നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഈ കേക്കിൻ്റെ പിന്നിൽ രസകരമായ ഇത്തരത്തിലുള്ള ഒരു കഥയുണ്ട്. പലപ്പോഴും ഈ കഥകൾ ആളുകളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. കഥകളാണ് പലപ്പോഴും നമ്മൾ ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത്. കാരണം അതൊരു വലിയ എക്സൈറ്റ്മെൻറ്റ് തരുന്നുണ്ട്. നമ്മളുടെ എല്ലാം ബിസിനസ്സിനകത്തുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെയും എല്ലാ ബ്രാൻഡുകളുടെയും ഒക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള മനോഹരങ്ങളായ കഥകളുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഫുഡ് ബിസിനസ്സിലായിരിക്കാം. ഫുഡ് ബിസിനസ്സിലുള്ള ആളുകളെ ട്രെയിൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ നോളജ് തന്നെയാണ്. നമ്മളുടെയും നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ ഒക്കെ കുറിച്ച് അറിയണം. ഫുഡ് ബിസിനസ്സിൽ മാത്രമല്ല, എല്ലാ ബിസിനസ്സിലും അത് ആവശ്യമാണ്. ഞങ്ങളുടെ ഒരു ട്രെയിനിങ് മെത്തഡോളജിയെ കുറിച്ച് കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങളതിനെ വിളിക്കുന്നത് ക്രെയിനിങ്സ് എന്നാണ്. QRAININGS, ക്രെയിനിങ്സ്. നമ്മൾ തന്നെ കോൺസെപ്ച്വലൈസ് ചെയ്തെടുത്ത ഒരു കോൺസെപ്റ്റാണത്. ക്വിസ്സിലൂടെ ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ്. ക്വിസ് പലപ്പോഴും രസകരമായി മാറുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ്. നമുക്കറിയാത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യിക്കുന്ന ഒരു സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് തരികയും ചെയ്യുന്ന ഒരു രീതിയാണത്. അത്തരത്തിലുള്ള ഒരു രീതിയിലൂടെയാണ് ഇപ്പോൾ കോർപ്പറേറ്റ് ട്രെയിനിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടുത്ത് നടത്തിയ ബേക്കറി അസോസിയേഷന് വേണ്ടി ബേക്ക് സ്മാർട്ട് നടത്തിയ പ്രോഗ്രാമിൽ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുകയും പല ആളുകളും ഉത്തരങ്ങൾ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തു. പലപ്പോഴും ഇത്തരത്തിലാകുമ്പോൾ ആളുകളെ എൻഗേജ് ചെയ്യാനും ദീർഘകാലത്തേക്ക് ഇത്തരം കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കാനുമൊക്കെ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളിലൂടെയാണ് എൻഗേജിങ് ആയിട്ടുള്ള, കണക്ട് ചെയ്തുകൊണ്ടുള്ള, സ്റ്റോറികൾ പറഞ്ഞുകൊണ്ടുള്ള, ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾ കൂടി അവരുടെ മനസ്സിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളിലൂടെയാണ് ഞങ്ങൾ ആക്ച്വലി കോർപ്പറേറ്റ്സിലടക്കം വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഇവിടെ ചുറ്റുപാടുമുള്ള വലിയ കോർപ്പറേറ്റ്സ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത് പോസിബിളാണ്. കാരണം പല ആളുകൾക്കും പ്രൊഡക്റ്റിനെക്കുറിച്ചോ കമ്പനിയെക്കുറിച്ചോ ബ്രാൻഡുകളെക്കുറിച്ചോ വലിയ ധാരണയില്ല. ഈ ഒരു പെർട്ടിക്കുലർ ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു കഥ മാത്രമല്ല, പലപ്പോഴും എല്ലാ ബ്രാൻഡുകൾക്ക് പിന്നിലും കഥയുണ്ട്. ആ ബ്രാൻഡുകൾ വിൽക്കുന്ന രീതികളുണ്ട്, അതിൻ്റെ സ്ട്രാറ്റജികളുണ്ട്, അതിൻ്റെ പ്രോസസ്സുകളുണ്ട്. ഓരോ പ്രോസസ്സുകളിലും ഓരോ എക്സൈറ്റ്മെൻറ്റുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോന്നിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള കഥകളും സ്റ്റോറികളും വെച്ചുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഈ ട്രെയിനിങ് എന്ന പ്രോസസ്സിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനിയിലെ ഏതെങ്കിലും ഒരു ടീമിന് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺടെസ്റ്റ് എന്നുള്ള രീതിയിലോ ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിലോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. ട്രെയിനിങ്സ് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ ബിസിനസ്സിനെ, നിങ്ങളുടെ പെർഫോമൻസിനെ മാറ്റിമറിക്കും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല കൂടുതൽ കോൺഫിഡൻസോടുകൂടി ജീവിതത്തിലും പ്രൊഫഷനിലും മൂവ് ചെയ്യാനുള്ള വലിയ ആത്മവിശ്വാസവും അത് തരും. ഓൾ ദി ബെസ്റ്റ്.